പറയാതെ ഞങ്ങൾക്ക് പോകുവാൻ കഴിയുകയില്ല. കാരണം പൗലോസ് പറയുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ആ നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് ഈ സ്നേഹത്തിന്റെ സന്ദേശം നിങ്ങളോട് അറിയിച്ചേ മതിയാകുകയുള്ളൂ. ഇത് നിങ്ങളെ രക്ഷിക്കുന്ന സന്ദേശമാണ്. ഈ സന്ദേശം കേട്ട് യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ കരസ്ഥമാക്കിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുകയും അതേ പാപത്തിൽ മരിച്ചു പാതാളത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. അവിടെ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി ഓർമ്മിക്കുന്നത് കൊണ്ട് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിനാധാരമായി തിരുവഴുത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ച് ഏതാനും മിനിറ്റുകൾ മാത്രം നിങ്ങളോട് ഈ സന്ദേശം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന് ദൈവം തമ്പുരാനൊരു ശമ്പളം വെച്ചു, അത് മരണമാണ്. അധ്വാനിക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ശമ്പളം. ശമ്പളം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം ആദാമും ആഗ്രഹിച്ചിട്ടല്ല കിട്ടിയത്. പിന്നെ എങ്ങനെയാ കിട്ടിയത് ചോദിച്ചാൽ അനുസരണക്കേട് മൂലം അവർക്ക് പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിനുടമയായി തീരുമാനയായി തീർന്നു. തിന്നതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം ആദാമഹവ്വാക്കുന്നത് മുഖാന്തരം ഏകമനുഷ്യനായ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. ഇങ്ങനെ സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. പാപം ചെയ്യുന്നതേ മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണം. പാപത്തിന് ദൈവം തമ്പുരാനൊരു ശമ്പളം വെച്ചു, അതാണ് മരണം. അത് ശാരീരിക മരണം മാത്രമല്ല, ആത്മാവിക മരണം കൂടിയാണ്. അത് നിത്യമരണമാണ്. ആ മരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ആരും ആഗ്രഹിക്കാറില്ല. പക്ഷേ എന്തുകൊണ്ട് മരിക്കുന്നെന്ന് ചോദിച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ലോകത്തിലെ സകല മനുഷ്യരും പാപിയായതുകൊണ്ട് പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ തുടർന്ന് പാപത്തിൽ മരിച്ച് പാതാളത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ മരിച്ചേ മതിയാകുകയുള്ളൂ. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജനിക്കാതിരിക്കണം എന്ന് മാത്രമാണ്. പക്ഷേ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് മരിച്ചേ മതിയാകുകയുള്ളൂ. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും മരിച്ചേ മതിയാകുകയുള്ളൂ. അതേ, എല്ലാവരും മരിക്കും. മരണശേഷം എവിടെ എത്തും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ചിലരൊക്കെ പറയാറുണ്ട്, ജനിച്ചു, ജീവിച്ചു, നിന്ന് കുടിച്ചു, മരിച്ചു പോയി, പിന്നെ ആര് കണ്ടു, എന്തറിഞ്ഞു, ആത്മാവ് മനുഷ്യനുണ്ടോ, ആരൊക്കെയാ പറയുന്നേ? പാസ്റ്റർമാരെ, നിങ്ങളൊക്കെ പോയി ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഞാനൊരു വസ്തുത പറയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പരസ്യമായി നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നത്. എങ്ങനെയാ കണ്ടിട്ടുണ്ട്? സത്യവേദ പുസ്തകത്തിലൂടെ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗവും നരകവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് നിങ്ങളോട് അറിയിക്കുവാനുള്ള അരുളപ്പാടുകൾ ദൈവം നൽകിയിരിക്കുന്ന വചനമാണ് സത്യവേദ പുസ്തകം. ഇത് എല്ലാവർക്കും അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ബാധ്യസ്ഥമാണ്. ആർക്കും ഒഴിവുള്ളവരായി മാറി നിൽക്കുവാൻ കഴിയുകയില്ല. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറയുമ്പോൾ പാപത്തിൽ മരിക്കുന്ന എല്ലാവർക്കും നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ പാപത്തിൽ നിന്ന് മോചനമുണ്ട് എന്നുള്ള വസ്തുതയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്? ദൈവമയച്ച ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തുവിലൂടെ പാപമോചനം, സൗജന്യമായ രക്ഷ, വീണ്ടെടുപ്പ് നിങ്ങൾക്കായി ദൈവപിതാവ് ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വാസത്താൽ നേടുവാൻ കഴിയുന്നതാണ്. പണം കൊടുത്ത് വാങ്ങിക്കുവാൻ കഴിയുന്ന ഒന്നല്ല, അത് വിശ്വാസത്താൽ നേടുവാൻ കഴിയും. എങ്ങനെയാണ് വിശ്വാസത്താൽ നേടുന്നത്? ദൈവഭാഗത്തേക്ക് കടന്നു വരണം. യേശു ഏകരക്ഷകനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനോട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ കരസ്ഥമാക്കണം. ഞാൻ ഓർമ്മിച്ചല്ലോ, തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം ആദാം ഹവ്വമാർ പറിച്ചു നിന്നു. മനോഹരമായ തോട്ടമാണ്, തോട്ടത്തിൽ എല്ലാ പഴവർഗ്ഗങ്ങളുമുണ്ട്. എന്നാൽ ദൈവം ഇങ്ങനെ പറഞ്ഞു,
തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ ഭക്ഷിക്കാം. നോക്കുക, ഈ തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ ഭക്ഷിക്കാം. എന്നാൽ എന്നുള്ള വാക്കിന് പ്രസക്തിയുണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അല്ലയോ ആദാമേ ഹവ്വയേ, നിന്നോട് ദൈവം പറയുകയാ, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ ആ ഒരു വൃക്ഷം നിൽപ്പുണ്ട്, അതിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. തിന്നരുത്, ഇന്ന് അതല്ലേ ആഗ്രഹിക്കുന്നത്. ചെയ്യരുത്, തുടരുത്, അവിടെ പോകരുത്, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് ചെയ്യുവാനുള്ള വ്യഗ്രത. എന്ത് ചെയ്യരുതെന്ന് പറയുന്നുവോ അത് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. തിന്നരുത് ദൈവം കൽപ്പിച്ചപ്പോൾ ആ വൃക്ഷഫലം ആദാം ഹവ്വ തിന്നു. അത് ഉപായത്താൽ എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. പിശാച് പാമ്പിന്റെ വേഷത്തിൽ തോട്ടത്തിനുള്ളിൽ പ്രവേശിച്ചു. ഹവ്വയോട് പറഞ്ഞു, തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറഞ്ഞു, തിന്നരുതെന്ന് മാത്രമല്ല തൊടുകയും അരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. തൊടുകയരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, പക്ഷേ കയ്യിൽ നിന്നൊരു ചെറിയ കള്ളം കൂടെ ഹവ്വ പറയുവാനിടയായി തീർന്നു. അത് മുതലെടുത്ത പിശാച് പാമ്പിന്റെ വേഷത്തിൽ കടന്നു വന്ന് പറയുകയാ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതേ, ഇത് നിങ്ങൾ തിന്നണം. ആ ഫലം തിന്മാൻ നന്മതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു. ആ പഴം പറിച്ചു തിന്നു, പുരുഷനും ആദാമിനും കൊടുത്തു. അവിടെയാണ് പാപത്തിന്റെ ഉത്ഭവം എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. അതാണ് ഞാൻ ഓർപ്പിച്ചത്. ഈ പാപത്തിന് ദൈവം തമ്പുരാൻ ഒരു ശമ്പളം വെച്ചു, അത് മരണമാണ്. ആത്മാവിന്റെ നിത്യമരണമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യഥാർത്ഥമായിട്ടുള്ള അമൃതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവൻ താൻ മൂലം ജീവിക്കും, മരണമില്ലാതെയാകും. പഴയ നിയമകാലത്തൊക്കെ കഥകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മരിക്കാതിരിക്കുവാൻ അമൃത് എന്ന് പറയുന്ന സാധനം തിന്നാൻ മനുഷ്യൻ ഓടി നടക്കും. എവിടെയാണ് അമൃത് കിട്ടുന്നത്? കാരണം മരിക്കാതിരിക്കണം. എന്റെ വാത്സല്യ സഹോദരങ്ങളോട് ഒരു വസ്തുത പറയാം. അമൃത് എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റു. ഓ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന് പരിഹാരത്തിനായിരുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ പൈതലായി പുതുതായി ജനിച്ചാൽ നിങ്ങൾക്കും സ്വർഗമായി